അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഏഴാമത്തതാണ് അൽ മുഅ്മിൻ. ഇതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്നവൻ, വാസ്തവമാക്കുന്നവൻ എന്നിങ്ങനെയാണ്. ഇതും ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തിലെ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഇസ്മുകളിൽ ഒന്ന് മാത്രമാണ്. അൽ മുഅ്മിൻ എന്ന ഇസ്മിൽ നിന്നാണ് അമ്നിനെയും അമാനത്തിനെയും പിടിക്കപ്പെട്ടത്. അമ്നിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വ അംന. കഅബയെ ജനങ്ങൾക്ക് സ്ഥിരമായി പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കിയ സന്ദർഭം. അമാനത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു ജല്ല ജലാലു പറയുന്നത് കേൾക്കുക, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇല അഹ്ലിഹ. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കളെ അതിൻ്റെ ഉടമസ്ഥർക്ക് നൽകുവാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഹജ്ജത്തുൽ വദായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ തങ്ങൾക്കും അവരുടെ സ്വത്തിനും മേൽ ജനങ്ങളുടെ സുരക്ഷിതത്വമുള്ളവനാണ്. സത്യവിശ്വാസിയായ അവൻ്റെ അടിമയെ പ്രശംസിച്ചത് കൊണ്ട് അല്ലാഹു പറയുന്നു, സത്യവിശ്വാസിയായ ഒരു അടിമ ബഹുആരാധകനായ അടിമയേക്കാൾ ഏറ്റവും ഉത്തമനാണ്. അവൻ്റെ ഭംഗികളെ എത്ര അത്ഭുതപ്പെടുത്തിയാലും ശരി. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനീന ദഈഫ്. ശക്തിമാനായ സത്യവിശ്വാസി ബലഹീനനായ സത്യവിശ്വാസിയേക്കാൾ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും ഉത്തമനുമാവുന്നു. സത്യവിശ്വാസികളായ അവൻ്റെ അടിമകൾക്ക് അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈമാനിൻ്റെ കാരണത്താൽ ദുനിയാവിൽ സാന്ത്വനവും നിർഭയത്വവും അള്ളാഹു ഔദാര്യമായി നൽകുകയും ആഖിറത്തിൽ നരകീയ അഗ്നിയിൽ നിന്നും ഖിയാമത്ത് നാളിൻ്റെ ഭയവിഹ്വലമായ അവസ്ഥകളിൽ നിന്നും അവരെ അള്ളാഹു നിർഭയരാക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളെയും വിശേഷണങ്ങളെയും ചിന്തിക്കാനും മനസ്സിലാക്കാനും തയ്യാറായാൽ മാത്രമേ നമ്മുടെ ഖൽബ് അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർരിബു ഇലാ ഹുബ്ബിക. അല്ലാഹുവേ, നിൻ്റെ സ്നേഹത്തെയും നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തെയും നിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന അമലിനെ സ്നേഹിക്കുന്നതിനെയും നിന്നോട് ചോദിക്കുന്നു. ഈ ദുആയിനെ ഉൾപ്പെടുത്താറുള്ളത് ഭയമുള്ള ഒരാൾ ഈ ഇസ്മിനെ നമസ്കാരങ്ങൾക്ക് ശേഷം 36 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ മുതലിന് മേലും അവൻ്റെ നഫ്സിൻ്റെ മേലും നിർഭയനാകുന്നതാണ്. യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.